നമ്മുടെ പൂർവികർ ആദ്യ വെള്ളിയാഴ്ചകളിൽ മുടങ്ങാതെ ദേവാലയത്തിൽ പോകുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. കാലം മാറി. തിരക്കേറിയപ്പോൾ നാം സൗകര്യപൂർവ്വം ആദ്യ വെള്ളിയെ മറന്നു. പല ദേവാലയങ്ങളിലും പതിവുണ്ടായിരുന്ന ആദ്യ വെള്ളിയാഴ്ചത്തെ ആരാധന കോവിഡ് വന്നതോടെ താനെ അപ്രത്യക്ഷമായി. ആദ്യ വെള്ളിയാഴ്ചത്തെ തിരുഹൃദയ ഭക്തിയെക്കുറിച്ചുള്ള താൽപ്പര്യം നമുക്ക് നഷ്ടമാകുവാൻ ഒരു കാരണം അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ്. കാരണം പുതിയ തലമുറയ്ക്ക് ആദ്യ വെള്ളിയാഴ്ച ആചരണത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് നാം മറന്നുപോയിരിക്കുന്നു. ഇതാ ആദ്യ വെള്ളിയാഴ്ച ഭക്തിയെക്കുറിച്ച് കത്തോലിക്കർ അറിഞ്ഞിരിക്കേണ്ട ആ 5 കാര്യങ്ങൾ. എങ്ങനെയാണ് ആദ്യ വെള്ളിയാഴ്ച ഭക്തി ആരംഭിച്ചത്? ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ചില വിശുദ്ധർ അവരുടെ എഴുത്തുകളിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും 1673 ഫ്രഞ്ച് വിസിറ്റേഷൻ കന്യാസ്ത്രീയായ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോയുടെ ദർശനമുണ്ടായതിനു ശേഷമാണ് തിരുഹൃദയ ഭക്തി വേരുപിടിച്ചു തുടങ്ങിയത്. മേരി അലക്കോക്കിന് നൽകിയ ദർശനത്തിൽ ഈശോ സഭയോട് തൻ്റെ തിരുഹൃദയത്തെ വണങ്ങുവാൻ ആവശ്യപ്പെട്ടു. വിശ്വാസികളോട് തുടർച്ചയായി 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനാണ് ഈശോ പ്രധാനമായും ആവശ്യപ്പെട്ടത്. സിസ്റ്റർ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ മരണത്തിന് ശേഷം ആദ്യ വെള്ളിയാഴ്ച ആചരണം സഭയിൽ പടർന്നു പിടിച്ചു. മാർപ്പാപ്പാമാർ അതിനെ അടിവരയിടുകയും വിശുദ്ധർ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതോടെ തിരുഹൃദയ ഭക്തി വളരെ വേഗം പ്രചാരം നേടി. എന്നാൽ ഇത് വളരെയധികം പോപ്പുലറായത് സിസ്റ്റർ മാർഗരറ്റ് മേരി അലക്കോക്കിനെ 1920 ബെനഡിക്ട് 15 മാർപ്പാപ്പ വിശുദ്ധയായി വാഴിച്ചതോടെയാണ്. എന്തുകൊണ്ടാണ് തുടർച്ചയായ 9 മാസങ്ങൾ? 9 എന്ന നമ്പർ സഭയിൽ പരമ്പരാഗതമായി നൊവേനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതാകട്ടെ പന്തക്കുസ്തായ്ക്ക് മുമ്പ് ക്രിസ്തു ശിഷ്യന്മാർ 9 ദിവസം പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിനെ അനുസ്മരിപ്പിക്കുന്നു. നൊവേന നമുക്ക് ആത്മീയമായ ഒരുക്കത്തിനും നവീകരണത്തിനും ആവശ്യമായ സമയം നൽകുന്നു. ആദ്യ വെള്ളിയാഴ്ച എങ്ങനെ ആചരിക്കണം? ഈശോയുടെ തിരുഹൃദയത്തെ ബഹുമാനിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും വേണം. കൃപയുടെ അവസ്ഥയില്ലെങ്കിൽ കുമ്പസാരിച്ചതിന് ശേഷം വേണം കുർബാന സ്വീകരിക്കുവാൻ. ആദ്യ വെള്ളിയാഴ്ച ഭക്തർക്ക് ഈശോ നൽകിയിരിക്കുന്ന മഹത്തായ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. വിശുദ്ധ തൻ്റെ മദർ സുപ്പീരിയറിന് 1688 മെയ് മാസത്തിൽ എഴുതിയ കത്തിൽ 9 ആദ്യ വെള്ളിയാഴ്ച ഭക്തിപൂർവം ആചരിച്ചാൽ ഈശോ നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി തുടർച്ചയായ 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശ്വാസത്തോടെ ദിവ്യബലിയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിച്ചാൽ ആ ആത്മാവ് നശിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി. ആദ്യ വെള്ളിയാഴ്ച ഭക്തിപൂർവം ആചരിക്കുന്നവർക്ക് ഈശോ നൽകിയ വാഗ്ദാനങ്ങൾ ഇതാ. 1. അവരുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ കൃപകൾ ഞാൻ നൽകും. 2. അവരുടെ ഭവനങ്ങളിൽ ഞാൻ സമാധാനം സ്ഥാപിക്കും. 3. അവരുടെ ദുരിതങ്ങളിലെല്ലാം ഞാൻ അവരെ ആശ്വസിപ്പിക്കും. 4. അവരുടെ ജീവിതകാലത്തും മരണനേരത്തും ഞാൻ അവരുടെ സുരക്ഷിതമായ അഭയമായിരിക്കും. 5. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ സമൃദ്ധമായി അനുഗ്രഹം വർഷിക്കും. 6. പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനന്തമായ കരുണയുടെ ഉറവയും സമുദ്രവും കണ്ടെത്തും. 7. മന്ദോഷണരായ ആത്മാക്കൾ തീക്ഷ്ണതയുള്ളവരാക്കപ്പെടും. 8. തീക്ഷ്ണതയുള്ള ആത്മാക്കൾ പൂർണ്ണതയുടെ ഉന്നതിയിലേക്ക് നയിക്കപ്പെടും. 9. എൻ്റെ തിരുഹൃദയത്തിൻ്റെ ചിത്രം സ്ഥാപിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന ഇടങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. 10. കഠിനമായ ഹൃദയങ്ങളെപ്പോലും സ്പർശിക്കുവാനുള്ള അനുഗ്രഹം ഞാൻ വൈദികർക്ക് നൽകും. 11. തിരുഹൃദയഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കും. 12. 9 ആഴ്ച തുടർച്ചയായി ദിവ്യബലിയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അതിശക്തമായ സ്നേഹത്തിൽ നിന്നും പ്രവഹിക്കുന്ന കൃപയാൽ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നതിനുള്ള കൃപ ഞാൻ വർഷിക്കും. ആദ്യ വെള്ളിയാഴ്ച ആചരണം സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണോ? ആദ്യ വെള്ളിയാഴ്ച ഭക്തി സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണെന്ന് പറയാൻ കാരണം ഇതാണ്. ഒരു വ്യക്തി 9 ആഴ്ച വേണ്ടതുപോലെ ഒരുങ്ങി ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം പിന്നെ ആ വ്യക്തിക്ക് ഒരിക്കലും ദിവ്യബലിയിൽ പങ്കെടുക്കാതെ ഒരു പാപകരമായ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയില്ല.
തിരുഹൃദയ ഭക്തിയുടെ ആത്യന്തികമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്നത് തന്നെയാണ്. ഈ കടമകളെല്ലാം വിശ്വസ്തയോടെ ഒരു വ്യക്തി നിറവേറ്റിയാൽ ആ വ്യക്തി സ്വാഭാവികമായും ദൈവത്തോടടുക്കുകയും മരണത്തിന് എപ്പോഴും റെഡിയായിരിക്കുകയും ചെയ്യും. എന്നാൽ തിരുഹൃദയ ഭക്തി വെറുമൊരു ആചരണമായി മാറിയാൽ ഈശോ നൽകുന്ന വാഗ്ദാനങ്ങൾ ലഭിക്കുകയില്ല. അവിടുത്തെ ഹൃദയത്തിൽ ചാരിക്കിടക്കുവാൻ നമ്മെയും ഈശോ ക്ഷണിക്കുന്നു. അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് ആദ്യ വെള്ളിയാഴ്ച ആചരണം. ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുകയും നമ്മുടെ ആകുലതകളും വേദനകളും അവിടുത്തെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുകയും ചെയ്യുക. അതാണ് തിരുഹൃദയ ഭക്തിയുടെ അന്തസത്ത.